എന്തോരം കാര്യങ്ങളാ ഞാൻ അവധിക്ക് വെച്ചേക്കുന്നത്. എല്ലാം ചെയ്തു തീർക്കണ്ടേ. എനിക്ക് മുൻകൊടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. ഞാൻ വന്നപ്പോ മുതലെല്ലാം ചെന്നായികൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. കയ്യൂക്കുള്ളം പറയുന്നൊരു സ്ഥിരം ഡയലോഗുണ്ട്. എന്നാത്താൻ കേസ് കൊടുക്കും. ഇനി എന്നെ ആര് കാണുമെന്ന് ഞാനില്ല. അത് കാക്കിയാണെങ്കിൽ ശരി, കഥനാണെങ്കിൽ ശരി. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ. അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിയും. നിന്റെ സർക്കാരിന്റെ ജയിലിലോട്ട് ഇത് കയറ്റാൻ എനിക്കറിയാം. നീ എന്നെ തീർത്ത് കണീറ. അടിയൻ ദേഹത്തോട്ട് അശുദ്ധമാക്കിയെങ്കിൽ പുണ്യഹം കഴിച്ച് കേട്ടോ. എങ്ങനെ ആയാലും ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 5 അമ്മമാരും അറിഞ്ഞിരിക്കും ഞങ്ങൾ ആരാണെന്നും എന്താണെന്നും. നമ്മൾ നൈസല്ലേ, പിന്നെ നമ്മുടെ ഒരു മിസ്റ്റേക്ക് പറ്റും. ഇത് നമുക്കൊരു ഇതുണ്ടെന്ന് അവർക്കറിയാം. ഞാൻ ബംഗാളിയല്ല, വാഴക്കാലുള്ള ഒരു മലയാളിയാ. എന്റെ അച്ഛൻ വക്കീല്, അമ്മ ഹൗസ് വൈഫ്. കളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ ചെന്ന് ചോദിച്ചാ അറിയാം സാത്താനെ. അവന്റെ അമ്മയുടെ ഒരു എന്റെ മെക്കെട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കൂല. അതിനാണല്ലോ ദൈവം നമുക്ക് 2 കൈയും 2 കാലൊക്കെ തന്നേക്കുന്നേ. മുത്ത് ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് പുറത്തോട്ട് നോക്കിയാൽ കാണാലോ. വണ്ടി എവിടം വരെ എത്തി എവിടെയെങ്കിലും സ്ഥലത്തിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ചിലപ്പോഴൊക്കെ ചില ഇട്ടങ്ങളൊക്കെ വേണ്ടാന്നുള്ളത് കൂടുതൽ പ്രശ്നത്തിലേക്കും വിഷമത്തിലേക്കൊക്കെ പോകുന്നതിനും ഇതിങ്ങനെ അങ്ങ് തീരുമാനമില്ല. നെഞ്ചിനുള്ളിൽ താമസിക്കും എന്റെ ജനം വാശിത്തരം എന്താണ് ഇപ്പോ ലോക്കലിൽ. എടാ കുഞ്ഞെ അണലി സാബുവേ, ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്തല്ലാത്തതല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. സ്നേഹം ഉണ്ടല്ലോ, സ്നേഹം അത് കിട്ടാണ്ടായ നമ്മളല്ലാതെ പിന്നെ ഒരു പോക്ക.